തസ്ബീഹ് നിസ്കാരത്തിനെ കുറിച്ച് പറയാം. 4 റക്അത്തുള്ള നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. 300 തസ്ബീഹുകളാണ് 4 റക്അത്തിലും കൂടി ഉണ്ടാവുക. ഒരു റക്അത്തിൽ 75 തസ്ബീഹ് ഉണ്ടാവും. ഏതാണ് തസ്ബീഹ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നതാണ് തസ്ബീഹ്. 300 തസ്ബീഹ് ഉള്ളത് കൊണ്ടാണ് ആ നിസ്കാരത്തിന് തസ്ബീഹ് നിസ്കാരം എന്ന് പേര് വന്നത്. ഇത് റമളാനിലും അല്ലാത്ത കാലങ്ങളിലും നമുക്ക് നിസ്കരിക്കാം. നമ്മൾ നിസ്കരിക്കുമ്പോൾ പകലാണ് നിസ്കരിക്കുന്നതെങ്കിൽ 4 റക്അത്ത് ഒന്നായിട്ടാണ് നിസ്കരിക്കേണ്ടത്. രാത്രിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക, വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ ആ നിസ്കാരത്തിൻ്റെ രൂപം പറയാം. ആദ്യം നിയ്യത്ത് പറയാം. ഉസല്ലി സുന്നത്ത തസ്ബീഹി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഖിബ്ലക്ക് തിരിഞ്ഞ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. ശേഷം വജ്ജഹത്ത് ഓതണം. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. പിന്നെ 1-ാമത്തെ റക്അത്തിൽ നമ്മൾ ഓതേണ്ട സൂറത്ത് അൽഹാക്കുമുത് തകാസുർ എന്ന സൂറത്താണ്, സൂറത്തു തകാസുർ. അതിനുശേഷം 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. 15 പ്രാവശ്യം. പിന്നെ ആ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണം തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് വിരലിൽ എണ്ണം പിടിക്കാം. വിരൽ ഓരോന്നും ഇങ്ങനെ നീക്കുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. അപ്പോൾ എണ്ണം തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ വിരലിങ്ങനെ നീക്കുക. ഓരോ തസ്ബീഹ് ചൊല്ലുമ്പോഴും ഇങ്ങനെ വിരലിങ്ങനെ നീക്കി വിരലിൽ നമുക്ക് എണ്ണം പിടിക്കാം. അപ്പോൾ അങ്ങനെ 15 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. പിന്നെ ശേഷം നേരെ എങ്ങോട്ട് പോകണം? റുക്കൂയിലേക്ക് പോവുക. റുക്കൂയിൽ നമ്മൾ അതിൽ ചൊല്ലേണ്ട ദിക്ർ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന ദിക്ർ ചൊല്ലിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലണം. പിന്നെ നമ്മൾ സമി അല്ലാഹു ലിമൻ ഹമിദ അതിലും ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയതിന് ശേഷം റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ മാ ശിഅത മിൻ ശൈഇൻ ബഅദു എന്ന ദിക്ർ ചൊല്ലിയതിന് ശേഷം നമ്മൾ 10 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലണം. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകുന്നു? സുജൂദിലേക്ക് പോകുന്നു. സുജൂദിലെത്തിയാൽ സുജൂദിലുള്ള ദിക്ർ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി അത് 3 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം പിന്നെന്ത് ചെയ്യുക? 10 പ്രാവശ്യം കൂടി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. പിന്നെ നമ്മൾ ഒരു സുജൂദ് കഴിഞ്ഞ് ഇരിക്കുകയല്ലേ, അല്ലാഹു അക്ബർ. അവിടെ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് ചൊല്ലിയതിന് ശേഷം 10 പ്രാവശ്യം നമ്മൾ ഈ ദിക്ർ ചൊല്ലുക. വീണ്ടും നമ്മൾ സുജൂദിലേക്ക് പോകുന്നു. സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയതിന് ശേഷം 10 പ്രാവശ്യം ചൊല്ലുന്നു.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ 65 ദിക്റായി. 75 ദിക്റല്ലേ മൊത്തമുള്ളത്. അപ്പോൾ 65 ദിക്റായി. ഇനി നമ്മൾ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്ന് പറയുന്ന ഇരുത്തുണ്ട്. അഥവാ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഇരുന്നാണ് എഴുന്നേൽക്കുക. അപ്പോൾ ആ ഇരുത്തത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തക്ബീർ ചൊല്ലണം. രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉയരൂലേ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുക. അതിന് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്നാണ് പറയുക. അപ്പോൾ ആ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക? രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ ആ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ ദിക്റൊന്നും ചൊല്ലാനില്ലല്ലോ. അപ്പോൾ ഇതാണ് 10 പ്രാവശ്യം ചൊല്ലേണ്ടത്. അവിടെ ആ രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞ് ഒന്ന് ഇരുന്നിട്ട് പിന്നെന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നത് 10 പ്രാവശ്യം ചൊല്ലുക. 10 പ്രാവശ്യം കഴിഞ്ഞിട്ട് പിന്നെ നേരെ എഴുന്നേൽക്കുക രണ്ടാമത്തെ റക്അത്തിലേക്ക്. അവിടെ ദിക്ർ ചൊല്ലാനില്ലല്ലോ, അവിടെ തക്ബീർ ചെല്ലാതെ എന്ത് ചെയ്യുക? നേരെ എഴുന്നേൽക്കുക രണ്ടാമത്തെ റക്അത്തിലേക്ക്. ഇപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഇപ്പോൾ എത്രയായി? 75 ദിക്റായി. ഇനി രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് എത്തിയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫാത്തിഹ സൂറത്ത് ഓതണം. പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ ഓതേണ്ട സൂറത്ത് ഏതാണ്? വൽ അസ്ർ സൂറത്താണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നുള്ള ചെറിയ സൂറത്ത്, അതാണ് നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ടത്. അതിന് ശേഷം 15 തവണ നമ്മൾ ഈ ദിക്ർ ചൊല്ലണം. 15 തവണ. അപ്പോൾ ഫാത്തിഹയ്ക്കും സൂറത്തിനും ശേഷം നമ്മൾ എത്ര ചൊല്ലേണ്ടത്? 15 തവണ ചൊല്ലേണ്ടത്. ബാക്കിയൊക്കെ 10ആണ്. ഇതിന് ശേഷം മാത്രമേ 15 ഉള്ളൂ. ഫാത്തിഹയ്ക്കും സൂറത്തിനും ശേഷം. ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞിട്ടാണല്ലോ 15 പ്രാവശ്യം ചൊല്ലേണ്ടത്. അത് മാത്രമേ 15 ഉള്ളൂ. 4 റക്അത്തിലും അങ്ങനെ തന്നെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞ് 15 പ്രാവശ്യം ഈ ദിക്റും ചൊല്ലി അല്ലേ? ഇനി നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? റുക്കൂയിലേക്ക് പോവുകയാണ്. റുക്കൂയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റുക്കൂയിലും ഇഅ്തിദാലിലും 2 സുജൂദിലൊക്കെ അങ്ങനെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ ചൊല്ലേണ്ട ദിക്ർ കഴിഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം ചൊല്ലുക. അതന്നെ. അത് കഴിഞ്ഞു പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇരുന്ന് അത്തഹിയാത്ത് ഓതുകയാണ്. അത്തഹിയാത്ത് ഓതുന്നതിൻ്റെ മുമ്പാണ് എന്ത് ചെയ്യേണ്ടത്? 10 പ്രാവശ്യം ചൊല്ലേണ്ടത്. അവിടെ മാത്രമാണ് വ്യത്യാസമുള്ളത്. ബാക്കിയൊക്കെ ദിക്ർ ചൊല്ലിയതിന് ശേഷമാണ്. ഫാത്തിഹയും സൂറത്ത് ഓതിയതിന് ശേഷം, അതുപോലെ റുക്കൂയിൽ ഇഅ്തിദാലിൽ 2 സുജൂദിലൊക്കെ ദിക്ർ, അതിൽ ചൊല്ലേണ്ട ദിക്ർ കഴിഞ്ഞതിന് ശേഷം. പക്ഷേ അത്തഹിയാത്തിൻ്റെ മുമ്പാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ആ 10 പ്രാവശ്യം കഴിഞ്ഞ് പിന്നെ അത്തഹിയാത്ത് ചൊല്ലുക. അത്തഹിയാത്ത് ചൊല്ലി കഴിഞ്ഞ് സലാം വീട്ടുക. ഇപ്പം എത്രയായി? 2 റക്അത്തായി. ഇതുപോലെ തന്നെ 2 റക്അത്തോട് നിസ്കരിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ 2 റക്അത്തോട് നിസ്കരിക്കുക. അതിലെ സൂറത്ത് മാത്രമേ ഇനി പറഞ്ഞു തരാനുള്ളൂ. അതിലെ സൂറത്ത് ഏതാണ്? മൂന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ആ സൂറത്ത് ഓതേണ്ടത്. അതുപോലെ 4-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, അതുമാണ് ഓതേണ്ടത്. അപ്പോൾ 4 റക്അത്തിലുള്ള സൂറത്തുകൾ ഞാൻ പറഞ്ഞു തന്നു. പിന്നെ ചൊല്ലേണ്ട രൂപങ്ങൾ, നിസ്കരിക്കേണ്ട രൂപം ഒക്കെ പറഞ്ഞു തന്നു. ഇനി ഈ നിസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് പറയാൻ പോകുന്നത്. ഈ തസ്ബീഹ് നിസ്കാരം എല്ലാ വെള്ളിയാഴ്ചയും നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കണമെന്നാണ്. എല്ലാ വെള്ളിയാഴ്ചയും പറ്റുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കുക. അല്ലെങ്കിൽ മാസത്തിലൊരു തവണെങ്കിലും നിസ്കരിക്കണമെന്നാണ്. ഇനി അതും അല്ലെങ്കിൽ കൊല്ലത്തിലൊരു തവണെങ്കിലും നിസ്കരിക്കണമെന്നാണ്. അതും അല്ലെങ്കിൽ ജീവിതത്തിലൊരു തവണെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിക്കണമെന്നാണ്. എന്നിട്ട് പറയാണ് പണ്ഡിതന്മാർ, തസ്ബീഹ് നിസ്കാരത്തിൻ്റെ മഹത്വം അറിഞ്ഞിട്ടും അതിനെ നിസ്സാരമാക്കിയ ആൾ ദീനിനെ നിന്ദിക്കുന്ന ആളാണ് എന്ന് പണ്ഡിതന്മാർ പറയാണ്.
ജീവിതത്തിൽ ഒറ്റ തവണ നിസ്കരിച്ചില്ല. അങ്ങനത്തെ മനുഷ്യന് ദീനിനെ നിന്ദിക്കുന്ന ആളാണ് എന്ന് പണ്ഡിതന്മാർ പറയാണ്. അപ്പോൾ തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ചാൽ നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടും. വലിയ അറ്റമില്ലാത്ത വലിയ പ്രതിഫലം അല്ലാഹു തആല തസ്ബീഹ് നിസ്കാരത്തിന് നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഞാൻ ഈ പറഞ്ഞതുപോലെ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുക. നമുക്ക് ലൈലത്തുൽ ഖദറിൻ്റെ രാവുകളൊക്കെ ആണല്ലോ ഇനി വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തസ്ബീഹ് നിസ്കാരം അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.